പൈതലേ ഇനി എന്നുമെൻ ഉണ്ണിയല്ലേ ഒളിമിന്നി നീ എന്നുള്ളിലാകെ. ഷോ ആരെയും കാണുന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇതെന്തോ ചെയ്യൂന്ന് നോക്കിയാണ്. ഇക്ക ഓ ഒരു കുപ്പി വെള്ളം തരുവോ? കുഞ്ഞിന് കൊടുക്കാനാണോ? കുഞ്ഞ് അയ്യാത് കുഞ്ഞ് കയ്യിലിരിക്കുന്നേ ഇത് കുഞ്ഞൊന്നുമല്ല. ഫുള്ള് ഒന്നാമതേ ആണുങ്ങൾക്ക് ബസ്സിൽ കയറാൻ പറ്റൂല. അപ്പൊ മദ്യം കൊണ്ട് കയറ്റുവോ? നേരെ ഞാൻ ഫുള്ള് മേടിച്ച് കൊച്ചെന്ന് പറഞ്ഞ അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. ബസ്സിൽ ചേച്ചിമാരെല്ലാം എനിക്ക് എഴുന്നേറ്റ് തന്ന സീറ്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തുവാ കൊച്ചിന് ഓരോ ഉമ്മ കൊടുക്കുന്ന പേര് ഇതാണോ സ്ട്രോ. ഇതിലിങ്ങനെ അങ്ങ് പിടിപ്പിക്കും. എന്നിട്ട് ബസ്സിലിരിക്കും. ആൾക്കാരെ കാണുമ്പോ മക്കളെ ചക്കരെ ഒരു ഉമ്മ ഒരു ഉറിഞ്ചല് 90 അകത്ത്. ഇപ്പൊ തന്നെ 3 പെഗകത്ത് പോയി. ദൈവത്തോർത്ത് കുടിയന്മാരൊന്നും ഇത് അനുകരിക്കില്ലേ. ഇയാള് പോയെ ഒരു പുതിയ താമസക്കാരാ വീട്ടിൽ വന്നിരിക്കുക. ഈ വീട്ടിൽ താമസക്കാർ വന്നോ? ഇവിടെ ഇല്ലാത്തായിരുന്നല്ലേ. എന്തായാലും താമസക്കാരെ ഒന്ന് പരിചയപ്പെടുത്താം. ദൈവമേ മദ്യം കാണാൻ ഒളിപ്പിച്ചു വെക്കാം. ഹലോ ഹലോ, അകത്താരാ? അകത്താരും ഇല്ല. അകത്താരും ഇല്ലേ? വെളിയിലാരാ? വെളിയിലും ആരും ഇല്ല. അങ്ങനെ അങ്ങ് പുളുത്തണ്ട. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് അടങ്ങി വന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിരിവുകാരും ശമ്പളക്കാരും ഓരോരുത്തർ. കണ്ണൻ ചേട്ടാ കണ്ണൻ ചേട്ടാ കണ്ണൻ ചേട്ടാ. അണ്ണാ എത്ര നാളായെണ്ണാ കണ്ടിട്ട്? 3-4 വർഷമായില്ലയോ? 5 വർഷമായി. ഒരാഴ്ച താടി മീശൊക്കെ വെച്ചപ്പോ എനിക്ക് പെട്ടെന്ന് അയ്യോ അതെ ആരെന്ന് മനസ്സിലായാ? ഇത് ഞങ്ങളുടെ കൺട്രാക്ടായിരുന്നു പണ്ട് പണി സൈറ്റ്. ഇങ്ങനെ അവിടെ മേച്ചിരി പണിക്ക് കൂടെ പോയ കയ്യാള് ഞാനായിരുന്നു. അയ്യോ എന്തു രസമായിരുന്നു അന്ന്. രാജേഷ്, എന്നാൽ ഇവിടെ നിന്റെ വീട് കിളിമാനൂരല്ലേ? ആയിരുന്നു ഇവിടെ എന്ത് ടൂർ വന്നതാ? അതല്ലെണ്ണ, ഞാൻ കിളിമാനൂരായിരുന്നല്ലോ. പെട്ടെന്ന് എന്റെ വരുമാന മാർഗം അങ്ങ് നിലച്ച്. ഉള്ള ജോലി പോയി കാണുമല്ലേ? അല്ല, അച്ഛൻ മരിച്ച്. അതുകൊണ്ട് പുള്ളിയായിരുന്നല്ലോ എന്റെ വരുമാന മാർഗം. തന്റെ പറ്റിച്ച് കള്ളച്ചോറ് തിന്നുന്നവനെ. അങ്ങനെ അച്ഛൻ മരിച്ചപ്പോ അമ്മ വിധുബാലയായല്ലോ. വിധുബാല അല്ല, വിധു പ്രതാപ്. ഇപ്പൊ ഇത് ആരെന്ന്? ഈ അമ്മ ഇങ്ങനെ അച്ഛൻ മരിക്കുമ്പോ ആവുമല്ലേ വിധവ. വിധവ വിധവ വിധവ. അങ്ങനെ ആയപ്പോ മാമൻ പറഞ്ഞു ഇനി അവിടെ കിടന്ന് നിക്കണ്ട, ഇവിടെ ഇങ്ങി വീട്ടിൽ വന്നോ. മാമൻ ഇവിടെ താമസിക്കുന്നേ അടുത്താണ്. ഇവിടെ നിന്ന് നമ്മള് 1 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാ അതുകൊണ്ട് അവിടെ കണ്ട അവിടെ സുമതി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. അവിടെ ഒരു വളവുണ്ട്. എന്തുവാ സുമതി വളവല്ലേ? ഇതെങ്ങനെ പറ്റുന്നു? EMI കടവൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വരുന്നത്. എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. നീ പോണില്ലേ ഇവിടുന്ന്? അല്ല, പോണില്ലേ ഇവിടുന്ന്? എവിടെ എന്തിനു പോണത്? അല്ല, നീ ഇവിടുന്ന് വിടുന്നില്ലേ? എനിക്കിവിടെ ഉണ്ട്. ഇവിടെ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ ക്രിക്കറ്റ്? ഇവിടെ. ഒറ്റയ്ക്കല്ല പിന്നെ. ഇപ്പൊ ഞാൻ നേരത്തെ വന്നു. ഇവിടെ 19 പയ്യന്മാരിപ്പോ വരും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി. ഈ തരിച്ചു ഭൂമിയില്ല. ആര് പറഞ്ഞു തരിച്ചു ഭൂമിയെന്ന്? ഞാൻ നേഴ്സിട്ടൊക്കെ തന്നെ. ഇന്നായതുകൊണ്ടാണ് 50. ശനി ഞായറാഴ്ച പണിയില്ല. 100-150 പേര് കാണും ഇവിടെ. ഇവിടെ വേറെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഇവന്മാരെല്ലാം ഫുൾ ടൈം അവിടെ അല്ലയോ. അവിടുത്തെ ചേച്ചിയായിട്ട് 3 അവന്മാരായിരുന്നു ലൈറ്റ്. ഇത് നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കൊടുക്കാല്ലേ. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? എന്നാലും ഈ പണി സൈറ്റിന്റെ കാര്യം പറയാം. പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് നീ അങ്ങ് മുതുക്ക് മുറ്റടിച്ച് നടക്കണായിരിക്കും അല്ലേ? ഞാൻ കല്യാണം കഴിഞ്ഞില്ലണ്ണ. കഴിഞ്ഞില്ലേ? ഇല്ല, എന്റെ നാള് പൂരമായിരുന്നല്ലോ. അപ്പൊ ഒരു ജോത്സ്യം പറഞ്ഞു. നമ്മുടെ അടുത്ത ജോത്സ്യൻ ഏതാ? നമ്മുടെ ഒരു ജോത്സ്യം ഉണ്ടായിരുന്നല്ലേ? അയ്യോ, അത് മറ്റേ ഇടിച്ച കാപ്പിലാമോട് സുരേന്ദ്രൻ. അയ്യോ, പുള്ളി പറഞ്ഞ അച്ചട്ടാ. പുള്ളി പറഞ്ഞ് പൂരനാളിലുള്ള നിനക്ക് ഏതോ ഒരു കിണയെന്ന് ഒരു പെണ്ണിനെ കൊണ്ട് നിന്റെ കയ്യെ തരുമെന്ന്. പറഞ്ഞ കറക്റ്റ് ആണെന്നേ. പുള്ളി പറഞ്ഞ കറക്റ്റ് ആണ്. നിങ്ങൾ ഇവിടെ ഫാമിലിയായിട്ട് കാര്യമായിട്ടാണ് അണ്ണ. നമ്മളെ സൈറ്റിൽ നിന്നൊക്കെ പോയതിനു ശേഷം എങ്ങനെയാണ് കാര്യങ്ങള്? രജനി അറിയാമോ? പിന്നെ ദേഹം മുഴുവൻ വരച്ച് കുരച്ച് ഞാൻ 4 പ്രാവശ്യം കണ്ടു. ഏത് സൂര്യയുടെ ഗജനി? സൂര്യയുടെ ഗജനി അല്ല, രജനി എന്ന് പറയുന്നേ ഞങ്ങളുടെ വകയിലെ കുഞ്ഞമ്മേ. ആരുടെ അതൊക്കെ? നിങ്ങളുടെ പഴയ ലൈൻ. എന്റെ ബന്ധത്തിലെ കുഞ്ഞമ്മയാ. പണ്ട് പണി സൈറ്റ് ഞാൻ ഇങ്ങനെ മെക്കാട് പണിക്കൊക്കെ കുഞ്ഞമ്മ ഇങ്ങനെ തൂക്കുപാത്രത്തിൽ കഞ്ഞിയും കൊണ്ടുവരും. പുള്ളി 3ാമത്തെ നിലയിലിരുന്ന് പെയിന്റ് അടിച്ചോണ്ടും തേച്ചോണ്ടൊക്കെ ഇരിക്കും. കുഞ്ഞമ്മ ഇതുവഴി പോയി. പുള്ളി താഴോട്ട് നോക്കി. കുഞ്ഞമ്മയെ ഇഷ്ടപ്പെട്ട്. കുഞ്ഞമ്മ ഒറ്റ നടത്തി കുഞ്ഞമ്മയ്ക്കും പുള്ളിയെ ഇഷ്ടപ്പെട്ട്. രണ്ടും കൂടി മുടിഞ്ഞ പ്രേമമായിരുന്ന ആ സമയത്ത്. അവസാന സമയപ്പോ എന്റെ രജനി കുഞ്ഞമ്മ ചതച്ചിട്ട് പോയി ഇയാള്. അല്ല, അത് സംഭവം ഒന്നും അറിയാമോ? ശകല ഏജ് ഓവർ ആയിരുന്നു. കുഞ്ഞമ്മയ്ക്ക് 40 വയസ്സുണ്ടായിരുന്നു. അത്ര തന്നെ. പിന്നെ പറയണ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എത്ര ഉണ്ട്? 52. അത് കൂടുതലല്ല, ഞാൻ പറഞ്ഞേക്കാം. നീ പോണില്ല എപ്പോഴും? ഇവിടുന്ന് പോകുന്നില്ല. ഞാനിത് അണ്ണം വന്ന് ആരോട് പറയും? ഇവിടെ നമ്മുടെ കൺട്രാക്ടാണ് വന്ന ചെടായി പാടേ. ഒരു മനുഷ്യനടുത്ത് പറയല്ലേ? എന്തോ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോടെ ജീവിച്ചോട്ട്. 2 സാധനം വെളി കിടക്കണ എടുത്ത് വെച്ചോട്ട് വരട്ടെ. 2 സാധനം വെളി കിടക്കണ എടുത്ത് വെച്ചിട്ട് വരട്ടെ. മക്കളെ, ഒരു ഫുള്ള് സാധനങ്ങളൊക്കെ പറക്കി വീട്ടിനകത്തോട്ട് വെയ്. മക്കളെ എന്നാ
അപ്പ ഫാമിലി ഉണ്ട്, കുടുംബമായിട്ട് ജീവിക്കുന്നു. മനഃപൂർവ്വമാണോ എന്റെ രജനി കുഞ്ഞമ്മ ഇവൻ ചതിച്ചത്? കണ്ട്രാക്കെ രജനി കുഞ്ഞമ്മയുടെ കണ്ണീരിൽ നിന്നെ ഞാൻ കുളിപ്പിക്കും, ഞാൻ പറഞ്ഞേക്കാം. തലയിലടിക്കുന്ന ഡൈ ദൈവമേ. അവിടെ വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അരവണയാന്ന് വിചാരിച്ച് ഞാനിപ്പോ ഡൈ എടുത്ത് തിന്നിരുന്നെങ്കിലോ ആരും ഉത്തരവാദിത്തം പറഞ്ഞേനെ.